ഹായ് ഫ്രണ്ട്സ്, ഞാനിത് കാണിക്കാൻ പോകുന്നത് എൻജോയ് പോത്തോസാണ്. ഇത് നന്നായിട്ട് വളർന്നിട്ടത്. അപ്പം ഞാൻ വെച്ച് ഇതിനൊരു റാ പോലെ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ സാധനമൊന്നുമില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബക്കറ്റിൻ്റെ കമ്പിയില്ലേ, മോശമായ ബക്കറ്റിൻ്റെ കമ്പി എടുത്തു. എന്നിട്ടൊരു തുണി കൊണ്ട് ചുറ്റിയെടുത്തു. കണ്ടോ, ഫുള്ളായിട്ട് ചുറ്റിയെടുത്തു. അതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് രണ്ട് സൈഡും ഇങ്ങനെ ചുറ്റി വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ മണ്ണിൽ അല്ലേ ഇതാക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ഇതാവേണ്ട വെച്ചിട്ട് രണ്ട് സൈഡും പ്ലാസ്റ്റിക് നന്നായിട്ട് ചുറ്റി വെച്ചിട്ട് ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. കമ്പിക്ക് അധികം നീളമൊന്നുമില്ല, അപ്പം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇറക്കി വെക്കുന്നു. അതിന് ശേഷം നമ്മളെ എൻജോയ് പോത്തോസ് എടുത്തിട്ട് അതിന് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നു. എല്ലാവരും കാണിച്ച വീഡിയോ തന്നെയാണ്, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം തോന്നി. കുറേ നാളായി ഇത് ചെയ്യണമെന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇത് എൻജോയ് പോത്തോസ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല ബുഷിയായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാമെന്ന് വെച്ച്. കുറച്ചും കൂടി വലുതാവണമായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ വീട്ടിൻ്റെ അകത്തായാലും വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് എൻജോയ് പോത്തോസ്. നല്ല വൈറ്റും ഗ്രീനും ഒക്കെ കളറുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ഫെർട്ടിലൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് കിട്ടും ഈ പ്ലാന്റ്. പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല ഈ പ്ലാന്റിന്. നന്നായിട്ട് ബുഷിയാവാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയാവും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, പ്ലാന്റ് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ ഈ പ്ലാന്റ് കാണാൻ. നല്ല വൈറ്റും ഗ്രീനും ഇടകലർന്ന് നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാണല്ലേ.